Good morning students, welcome to this video session. Today we are discussing about ecological succession. Ecological succession എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗാനിസം ഒരു സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സ്പീഷീസ് ഒരു സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്നു, ആ സൈറ്റിൽ എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, ഒരുപാട് രീതിയിലുള്ള എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. അപ്പോൾ ഹെവി സ്റ്റോം വരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഹെവി ഫയർ സംഭവിക്കുന്നു. അങ്ങനെ പല രീതിയിൽ അവിടെ ഒരു ഇക്കോളജിക്കൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇക്കോളജിക്കൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒക്യുപ്പൈ ചെയ്ത സ്പീഷീസിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവയ്ക്ക് പകരം വേറൊരു സ്പീഷീസ് ആ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ സക്സഷൻ ഓർ ഇക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു പ്രത്യേക സൈറ്റിൽ ഒരു സ്പീഷീസ് ഒക്യുപ്പൈ ചെയ്യുന്നു, ഏതെങ്കിലും ജീവജാലമാട്ടെ. അപ്പോൾ അത് ഒക്യുപ്പൈ ചെയ്യുന്ന ആ സൈറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, കാലാവസ്ഥയിലും മറ്റും ഒരുപാട് മാറ്റം ഉണ്ടാവുന്നു. ഹെവി സ്റ്റോം വരാം, ഹെവി റെയിൻ വരാം. അപ്പോൾ ഈ ഇക്കോളജിക്കൽ കണ്ടീഷന്റെ ചേഞ്ച് മൂലം അതിനവിടെ ആ പർട്ടിക്കുലർ സൈറ്റിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനു പകരം വേറെ സ്പീഷീസ് ആ സൈറ്റ് ഒക്യുപ്പൈ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ സക്സഷൻ. ഓക്കെ, പാരിസ്ഥിതിക പിന്തുടർച്ച എന്ന് പറയും. ഓക്കെ, അതായത് ഒരു സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്ത ജീവജാലം അല്ലെങ്കിൽ സ്പീഷീസ് കാലാവസ്ഥാ വ്യതിയാനം മൂലമോ മറ്റ് കണ്ടീഷൻ മൂലമോ ആ പ്രത്യേക പ്രദേശത്ത് ഒക്യുപ്പൈ ചെയ്യാൻ കഴിയാതെ വരികയും അതിന് പകരം വേറൊരു സ്പീഷീസ് ആ സ്ഥാനം കൈയടക്കുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇക്കോളജിക്കൽ സക്സഷൻ. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് an organism occupy a site. The process by which an organism occupy a site. ഒരു പ്രത്യേക സൈറ്റിൽ ഒരു ഓർഗാനിസം ഒക്യുപ്പൈ ചെയ്യുന്നു, ഒരു സ്പീഷീസ് ഒക്യുപ്പൈ ചെയ്യുന്നു, ആൻഡ് ഗ്രാജുവലി ചേഞ്ച് ദ എൻവയോൺമെന്റൽ കണ്ടീഷൻ. അപ്പോൾ ഒരു സ്പീഷീസ് ഒരു സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്തതിനു ശേഷം അവിടെ ഗ്രാജുവലായിട്ട് എൻവയോൺമെന്റൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സോ ദാറ്റ് അതർ സ്പീഷീസ് ക്യാൻ റീപ്ലേസ് ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. അപ്പോൾ ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത് മൂലം നേരത്തെ ഒക്യുപ്പൈ ചെയ്ത സ്പീഷീസിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ സ്ഥാനം മറ്റു സ്പീഷീസുകൾ എന്തോ ചെയ്യുന്നു, കൈയടക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ സക്സഷൻ അഥവാ ഇക്കോളജിക്കൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം, ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഒക്യുപ്പൈ ചെയ്ത ആ ലാൻഡ്സ്കേപ്പ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ എൻവയോൺമെന്റൽ കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഹെവി റെയിൻ വരാം, ഹെവി സ്റ്റോംസ് വരാം, അല്ലെങ്കിൽ ഹെവി ഹ്യൂജ് ഫയർ വരാം. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സൈറ്റ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പീഷീസിന് അവിടെ തുടരാൻ കഴിയത്തില്ല, അവിടെ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് കൊണ്ട് ആ സ്പീഷീസിന് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ മറ്റു സ്പീഷീസുകളുമായിട്ട് കോമ്പറ്റീഷൻ വരാം. ഓക്കെ, മറ്റു സ്പീഷീസുമായിട്ട് കോമ്പറ്റീഷൻ വരാം. അല്ലെങ്കിൽ അവയ്ക്കുള്ള ആഹാരത്തിന് ഷോർട്ടേജ് സംഭവിക്കാം. ഷോർട്ടേജ് സംഭവിച്ചാൽ എന്ത് പറ്റും? അവർക്ക് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇങ്ങനെ കണ്ടീഷൻസ് മാറി മറിഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ലാൻഡ്സ്കേപ്പിന്റെ കണ്ടീഷൻസ് മാറി മറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ അത് ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു സ്പീഷീസുകളുമായിട്ടുള്ള കോമ്പറ്റീഷൻ മൂലമാകാം, അല്ലെങ്കിൽ ഫുഡ് ഷോർട്ടേജ് മൂലമാകാം. ഓക്കെ, അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ വേറെ സ്പീഷീസ് ആ സ്ഥാനം കൈയടക്കും, അവിടെ ആ ലാൻഡ്സ്കേപ്പിൽ ഒക്യുപ്പൈ ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ സക്സഷൻ ഓർ ഇക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോസസ്, കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കോസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോസ് ആണ്. ഓക്കെ, ഇനിഷ്യൽ കോസിനകത്ത് വരുന്നത് ക്ലൈമറ്റ് അല്ലെങ്കിൽ ബയോട്ടിക് കോസ് ആണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പ്രത്യേക സൈറ്റിൽ ഹെവി റെയിൻ വരാം, ഹെവി സ്റ്റോം വരാം. ഇവിടെ ബയോട്ടിക് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഷീസിന്റെ ആക്ടിവിറ്റീസ് തന്നെയാണ് ബയോട്ടിക് കോസ് എന്ന് പറയുന്നത്. ഇനി ഇക്കോളജിക്കൽ സക്സഷന്റെ രണ്ടാമത്തെ കോസ് എന്ന് പറയുന്നത് ഒന്നുകിൽ മൈഗ്രേഷൻ വരാം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു,
ഒരു പ്രത്യേക സ്പീഷീസിന് ഫുഡ് ഷോർട്ടേജ് മൂലം അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആണ്. മറ്റുള്ള സ്പീഷീസിൽ നിന്നുള്ള കോമ്പറ്റീഷൻസ് ആകാം. ഓക്കെ, ഇപ്പോൾ ഈ ഇക്കോളജിക്കൽ സക്സഷന്റെ രണ്ടാമത്തെ കോസ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് കോസ് ആണ്. കണ്ടിന്യൂയിങ് കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ. ആ പ്രത്യേക ലാൻഡ്സ്കേപ്പിൽ ചിലപ്പോൾ ഫുഡ് ഷോർട്ടേജ് വരാം. അപ്പോൾ അത് ആ സ്പീഷീസിന് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. മൂന്നാമത്തത് മറ്റുള്ള സ്പീഷീസിൽ നിന്നുള്ള കോമ്പറ്റീഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ ചേഞ്ച് ആണ്. സ്റ്റെബിലൈസേഷൻ ചേഞ്ചിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം മൂലം അവിടെ നേരത്തെ എക്സിസ്റ്റ് ചെയ്ത സ്പീഷീസിന് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇതാണ് ഇക്കോളജിക്കൽ സക്സഷന്റെ 3 കാരണങ്ങൾ: ഇനിഷ്യൽ കോസ്, കണ്ടിന്യൂയിങ് കോസ്, സ്റ്റെബിലൈസേഷൻ ചേഞ്ച്. ഇനി നമുക്ക് ഇക്കോളജിക്കൽ സക്സഷന്റെ 2 ടൈപ്പ് പഠിക്കണം. ഓക്കെ, 2 ടൈപ്പിനെ പറ്റി പഠിക്കണം. ഒന്നാമത്തത് പ്രൈമറി സക്സഷൻ ആണ്. ഓക്കെ, ഈ പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്മ്യൂണിറ്റി സ്റ്റാർട്സ് ടു ഡെവലപ്പ് ഓൺ എ സൈറ്റ് ദാറ്റ് പ്രീവിയസ്ലി അൺഓക്കുപൈഡ് ബൈ ലിവിംഗ് ഓർഗാനിസം. നേരത്തെ ലിവിംഗ് ഓർഗാനിസം ഒക്യുപ്പൈ ചെയ്യാത്ത ഒരു സൈറ്റിൽ ഒരു കമ്മ്യൂണിറ്റി പെട്ടെന്ന് ഒക്യുപ്പൈ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്വീപിൽ, ഓക്കെ, ജീവജാലങ്ങളില്ലാത്ത ഒരു ദ്വീപിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് എന്ന് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സക്സഷൻ. അതായത് ആദ്യമായിട്ട് ആ ഇക്കോസിസ്റ്റത്തിൽ താമസം ആരംഭിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഒക്യുപ്പൈ ചെയ്യാത്ത, നേരത്തെ ഒരു ഓർഗാനിസവും ഒക്യുപ്പൈ ചെയ്യാത്ത ഒരു സൈറ്റിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് ഒക്യുപ്പൈ ചെയ്യാൻ ആരംഭിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സക്സഷൻ. അതായത് ഒരു ഉദാഹരണം എന്ന് പറയുന്ന ഐലൻഡ് ആണ്, ദ്വീപാണ്, അല്ലെങ്കിൽ എ ബോഡി ഓഫ് വാട്ടർ. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയം. അപ്പോൾ ദ്വീപിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യാതൊരുവിധ താമസവും ഇല്ലാത്ത, ഒരു സ്പീഷീസും താമസിക്കാത്ത ഒരു ദ്വീപിൽ ആദ്യമായിട്ട് ഏതെങ്കിലും സ്പീഷീസ് വാസമുറപ്പിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സക്സഷൻ. അതായത് പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു കമ്മ്യൂണിറ്റിയും താമസിക്കാത്ത ഒരു സൈറ്റിൽ ഒരു കമ്മ്യൂണിറ്റി വാസമുറപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സക്സഷൻ. രണ്ടാമത്തത് സെക്കൻഡറി സക്സഷൻ. ഓക്കെ, സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഒരു സൈറ്റിൽ നേരത്തെ എക്സിസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നാച്ചുറൽ കലാമിറ്റി മൂലം, പ്രകൃതി ദുരന്തം മൂലം അതിന്റെ സ്പീഷീസ് നശിച്ചുപോയി. ഓക്കെ, ഉദാഹരണം ഒരു ഫോറസ്റ്റ്, കാട്ടുതീ മൂലം ആ ഫോറസ്റ്റ് നശിച്ചുപോയി, മരങ്ങളെല്ലാം നശിച്ചുപോയി. പക്ഷെ അതിന്റെ സീഡ്സ്, അതിന്റെ വിത്തുകൾ ആ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നു. കുറെ കഴിയുമ്പോൾ ഈ മരങ്ങൾ മൊത്തം നശിച്ചായാലും കുറെ സമയം കഴിയുമ്പോൾ അതിന്റെ വിത്തുകൾ മുളപൊട്ടി ആ മരങ്ങൾ പുതുതായിട്ട് കിളിച്ചു വരും. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സക്സഷൻ. There are remnants എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. ഓക്കെ, or bits and pieces of previous biological community like organic matter and seeds in the soil forest. ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റി, ഓക്കെ, വെള്ളപ്പൊക്കം ആകാം, കാട്ടുതീ ആകാം, ഇതൊക്കെ മൂലം ഇപ്പൊ ഒരു മരങ്ങൾ നശിക്കുന്നു, ഒരു ഫോറസ്റ്റിലുള്ള മരങ്ങൾ നശിച്ചു പോകുന്നു. എന്നാലും അതിന്റെ വിത്ത് ഭൂമിയിൽ വീണ് കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ മുളപൊട്ടി മരങ്ങളായിട്ട് മുളച്ചു വരും. ഇത്തരം സക്സഷനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സക്സഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്കോളജിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സക്സഷൻ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.